Santosh VLR, our YouTube channel. ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സംസ്ഥാന ലോട്ടറിയിൽ 5000 രൂപയിൽ കൂടുതൽ സമ്മാനം ആർക്കും ലഭിക്കുന്നില്ല എന്നാണ് പരാതി. അതിനുവേണ്ടി നമ്മൾ റോഡ് സൈഡുകളിൽ പാവങ്ങൾ ലോട്ടറി വിറ്റ് നടക്കുന്നുണ്ട്. അവരെ കൊണ്ട് നമുക്ക് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ അടുത്ത കാലത്തോ ഇതിന് മുമ്പായിട്ട് 5000 രൂപയിൽ കൂടുതൽ സമ്മാനം കേരള ലോട്ടറിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ പാവപ്പെട്ട കച്ചവടക്കാരെ കൊണ്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കൂടി കാണുക. പിന്നെ പാവങ്ങളാണ് ഈ ലോട്ടറി ഇങ്ങനെ വിറ്റ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടുകൾ കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ അവർ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയിലൂടെ അതൊന്ന് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 1804 ചേട്ടാ, ഞങ്ങളൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് സാറിനൊന്നും വിളിക്കേണ്ടത്, ഞാൻ നിവർത്തി തന്നെയാണ്. അപ്പോൾ 5000 മുകളിൽ സമ്മാനം ഇതിനു മുമ്പ് കടിച്ചിട്ടുണ്ടോ എന്നെങ്കിലും? ഇല്ല. 5000 മുകളിൽ കടിച്ചിട്ടേ ഇല്ല. 5000 അതിന് താഴെയോ കടിച്ചിട്ടുണ്ടോ? 5000 വീണിട്ടുണ്ട്. അത് ഒരു മാസം 6 മാസം ഒക്കെ ആയിട്ട് 1000 രൂപയ്ക്ക് കിട്ടുള്ളൂ. പിന്നെ 500 ഒക്കെ കിട്ടണമെങ്കിൽ ചില സമയത്തൊക്കെ കിട്ടുള്ളൂ. അത് വളരെ തുച്ഛമായിട്ടാണ് പ്രൈസുകൾ ഇപ്പൊ കൊടുക്കുന്നത്. പിന്നെ ഇപ്പൊ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ 2 വീലർ ഒരു മെക്കാനിക്കലാണ്. എനിക്കെടുപ്പ് വേദന സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ ഈ പണിക്ക് വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ ആൾക്കാർ പ്രൈസ് ഒന്നും വലിയതായിട്ടൊന്നും കിട്ടണമെന്നില്ല. 5000 രൂപ ഒക്കെ കിട്ടണമെങ്കിൽ 6 മാസമോ ചിലപ്പോ 7 മാസമോ ഒക്കെ കഴിയണം. പിന്നെ 500 100 ഒക്കെ കിട്ടണമെങ്കിൽ അതിൽ 1 മാസമൊക്കെ ഒരാഴ്ച 10 ദിവസമൊക്കെ കഴിഞ്ഞാൽ തന്നെ. പക്ഷെ ഇങ്ങനെ സമ്മാനങ്ങൾ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം കുറയും. എടുക്കുന്നവർക്ക് ബുദ്ധിമുട്ട്, വിൽക്കുന്നവർക്കും എങ്ങനെയാ ടിക്കറ്റ് വിൽക്കുക എന്നുള്ളതും ഒരു ഇതിലാണ് ഞങ്ങൾ. കഴിഞ്ഞു പോകാനുള്ള വരുമാനത്തിനും കിട്ടും. കഴിഞ്ഞു പോകാ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 800 രൂപ കിട്ടുകയാണെങ്കിൽ ഒരു 200-250 രൂപയെ നമുക്ക് അതിൽ കിട്ടുള്ളൂ. ബാക്കി കുടുംബത്തില് കിട്ടും. ഇപ്പൊ 125 ടിക്കറ്റേ ഞാൻ വെക്കുന്നുള്ളൂ. എനിക്കിപ്പോ അത് മുഴുവനും വിറ്റുപോയാൽ തന്നെ 150 രൂപ അതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പൊ അത് മിച്ചമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈസ് ഇല്ലെങ്കിൽ അതിൽ എനിക്കൊന്നും ഒരു ഇതുമില്ല. അപ്പൊ അങ്ങനെ പ്രൈസുകൾ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ. ജനങ്ങൾ എടുക്കുന്നവർക്കും പ്രൈസ് ഇല്ല, വെക്കുന്നവർക്കും താല്പര്യമുള്ളൂ. അപ്പൊ നേരത്തെമാര് പ്രൈസുകളൊന്നും അധികം കൊടുക്കുന്നില്ല ഗവൺമെന്റ്. അതൊരു ഇതാണ്. പക്ഷെ ഈ ചില്ലറയായിട്ട് വിൽക്കുന്ന പാവങ്ങള് കൈ കാലില്ലാതെ വളരെ ബുദ്ധിമുട്ടി നടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ തൊഴിലിന് അതെ. പക്ഷെ ഈ 50-125 ടിക്കറ്റ് വെക്കുന്നവര് വെയിലത്ത് പാവങ്ങൾ അരഞ്ഞും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇപ്പൊ. നമ്മൾക്ക് ഇപ്പൊ 2 വർഷമായിട്ട് ഞാൻ ചെയ്യാത്തതുകൊണ്ട് ഇതിപ്പോ തുടങ്ങിയിട്ട് ഒരു 6-7 മാസം ആയുള്ളൂ. 2 മാസം തന്നെ തുടങ്ങിയിട്ട്. ഇതിൽ നമുക്ക് തുടങ്ങി പിന്നെ സീസണിലേ ഇത് കിട്ടുള്ളൂ. മഴയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ 2 മക്കളുണ്ട്. അത് മകൻ, അപ്പൊ മകളൊന്നുണ്ട്. അവരുടെ അങ്ങനെ അതായിട്ട് പോകുന്നത് മാത്രം. അപ്പൊ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഒരു ടിക്കറ്റ് തന്നോ? അപ്പൊ സമ്മാനം ഉണ്ട് പറഞ്ഞാൽ തീർച്ചയായും കണ്ടിരിക്കും. ഇതാണ് ആ ടിക്കറ്റ്. ടിക്കറ്റ് അത് വിറ്റ് പോയിട്ടില്ലയോ? ഇല്ല, കമ്മിയായി പോയിട്ടുള്ളൂ. നിങ്ങൾക്ക് 5000 മുകളിൽ എന്തെങ്കിലും സമ്മാനം അടിച്ചിട്ടില്ല? ഇല്ല. അത് ക്രിസ്മസ് സമയത്ത് അടിച്ചിട്ടുണ്ട്. ക്രിസ്മസ് 5000 500 5000 അതിന് മുകളിൽ കടിച്ചിട്ടില്ല? ഇല്ല. അതിന് മുമ്പ് ബുക്കില് 500 1000 2000 എല്ലാം കടിച്ചിട്ടുണ്ട്. ബുക്കില് കടിച്ചിട്ടുണ്ട്. ബാക്കൊക്കെ ക്രിസ്മസ് മാസം 500 5000. എങ്ങനെ നിങ്ങൾക്ക് വിറ്റ് നല്ല ലാഭം കിട്ടുമോ? അതാ ചെക്ക് പോയാൽ കമ്മിയാവും. അത് പിന്നെ ലോസ് പോയി കഴിഞ്ഞാൽ കള്ളൻ കൊണ്ടാവും. ടിക്കറ്റ് വിറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? പോവും. അങ്ങനെ പോവും ആൾക്കാരെടുത്ത്. ശരി, നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഒരു ടിക്കറ്റ് തന്നോളൂ. ഞങ്ങളൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണേ. അപ്പൊ നമുക്കൊന്ന് വീഡിയോ മൊബൈലിലൊക്കെ ഇട്ട് തരാം കേട്ടാ. നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഒരു നല്ലൊരു ടിക്കറ്റ്. ഒന്നുമല്ലോ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ തന്നെ?
ഓക്കെ, അപ്പൊ സമ്മാനം അടിച്ച തീർച്ചയായും നമ്മളെ കണ്ടിരിക്കും. ഓക്കെ, ഇതാണ് ഇവിടുന്ന് കടിച്ച നമ്പർ. ഇത് നമ്മൾ കേരള ലോട്ടറി ഒന്നെങ്കിൽ നമുക്ക് 5000-ലധികം രൂപ സമ്മാനം കളിച്ചിട്ടുണ്ട്. പ്രൈസിന് മാസം 2 മാസം ആകുമ്പോ ഒരു പ്രൈസ് 5000 കിട്ടും. അതിന് മുകളിൽ കിട്ടുന്നുണ്ട്? അതിന്റെ മുകളിൽ വന്നു ഇതുവരെ കടിച്ചിട്ടേ ഇല്ല. കിട്ടിയിട്ടുണ്ട്. ഒരു ഇപ്പൊ ഇല്ല, ഒരു 7-8 വർഷം മുമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ലക്ഷം കിട്ടിയിട്ടുണ്ട്, 1 ലക്ഷം പ്രൈസും കിട്ടിയിട്ടുണ്ട്. അതിന്റെ മുകളിലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഒരുപാട് പ്രൈസ് കുറവായിരിക്കും. ജനങ്ങൾ ടിക്കറ്റ് എടുക്കാനും ഇത്രയും മാടി. അതാണ് ജനങ്ങള് ഇപ്പൊ ടിക്കറ്റ് കൂടുതൽ എടുക്കണം പറഞ്ഞാൽ എന്താ വഴി? എടുക്കുന്നത് പറഞ്ഞാൽ പ്രൈസ് കൂട്ടി കൊടുക്കണം, സമ്മാനങ്ങളുടെ എണ്ണം കൂട്ടണം. ഇതില് നമുക്ക് കമ്മീഷനും കുറവാണ്. ഇപ്പൊ നിങ്ങൾക്ക് കമ്മീഷൻ കുറവാണ്, വളരെ കുറവാണ്. ഇതിപ്പോ 5,000 10 സെറ്റ് ലോട്ടറി എന്ത് കിട്ടും? അതിലും 10 രൂപ 20 രൂപ കമ്മിയാക്കിയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാര് വളരെ ബുദ്ധിമുട്ടാണല്ലേ? അത് ബുദ്ധിമുട്ടാണ്. ചിലര് ഈ നമ്പർ നോക്കിട്ട് ലോട്ടറി എടുക്കണ്ടല്ലോ. അത് പക്ഷെ നമ്മൾ ഈ മെഷീനിൽ തിരിയുമ്പോ നമ്പർ കറക്റ്റ് അവർക്ക് വന്നിട്ട് ഇഷ്ടപ്പെട്ട നമ്പറുകൾ എടുത്തോട്ടെ. നമ്മുടെ ഒരു ഭാഗ്യ നമ്പർ നമ്മൾ തീരുമാനിച്ചു. നമ്മുടെ ഭാഗ്യ നമ്പർ അവർ എടുക്കണം. അവർക്ക് 2, 3, 4 അങ്ങനത്തെ നമ്പർ. എന്തായാലും നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഒരു ടിക്കറ്റ് ആയിക്കോട്ടെ. അതിനു മുമ്പ് ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഇവിടുന്ന് കിടച്ച നമ്പർ. അപ്പൊ അതില് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, ടിക്കറ്റ് ഏതാ നോക്കടാ. ലോട്ടറി ഇന്നത്തെ കേരള ഭാഗ്യക്കുറി കഴിഞ്ഞ എല്ലാ ടിക്കറ്റും കഴിഞ്ഞാ? ടിക്കറ്റ് കഴിഞ്ഞാ തന്നെ ഉള്ളു. ശരി, എടുക്കാ, കുഴപ്പമില്ല. അധികം ലോട്ടറി എടുക്കുന്ന ആളല്ല. പിന്നെ ഒരു ചോദ്യം ഒന്ന് ചോദിക്കാനാണ്. 5000-ന്റെ മുകളിൽ നിങ്ങൾക്ക് ഒന്നെങ്കിലും സമ്മാനം അടിച്ചിട്ടുണ്ടോ? 5000-ന് മുകളിൽ അടിച്ചിട്ടില്ല. 500, 5000-ന് താഴെ തന്നെ പ്രൈസ് വേണം. എനിക്ക് ഒരു 5000 കടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ ആർക്കും താഴെ പോയിട്ടുള്ളൂ. കൂടുതലൊന്നും വലിയ പ്രൈസ് ഒന്നും വീണിട്ടില്ല. 5-ന്റെ താഴെ പ്രൈസ് കുറവാണ്. ലോട്ടറി വെക്ക 3-4 വർഷമായിട്ട് ലോട്ടറി വെക്കുന്നുണ്ട്. പ്രൈസ് കുറവാണ്. അറിവിലുണ്ടോ? 5000-ന് മുകളിൽ അങ്ങനെ വലിയ കടകൾക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സാധാരണപ്പെട്ട ആൾക്കാർക്ക് പാവങ്ങൾക്ക് നല്ല ലാഭം കിട്ടും. ലാഭമൊന്നും ഇല്ല, അത് വിറ്റത് തന്നെ ഉള്ളൂ. കൂലി തന്നെ ഉള്ളൂ. കൂലി തടയാ പറഞ്ഞാൽ അങ്ങനെ പോകും, തട്ടിമുട്ടി പോകും. ചിലവര് കടം വെക്കും. നിങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് എന്താ പറയാ, ഗവൺമെന്റ് ഒന്ന് കാര്യം കാണിച്ചതിന്റെ കമ്മീഷൻ ഒന്ന് കൂട്ടിക്കടിച്ചാൽ കുഴപ്പമില്ല. എന്തായാലും നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു ടിക്കറ്റ് നിങ്ങൾ തന്നെ തന്നോളൂ. അപ്പൊ അതാണ് ഇവിടുന്ന് തന്ന ലോട്ടറി. അപ്പൊ സമ്മാനം അടിക്കണമെന്ന് പ്രതീക്ഷയോടെയാണ് എടുത്തിരിക്കുന്നത്. നോക്കാം. അപ്പൊ ശരി, കാണാം. ടിക്കറ്റ് കഴിഞ്ഞു അല്ലേ? 2 പവനുണ്ട്. ഇതില് നിങ്ങൾക്ക് 5000-ന് മുകളിൽ എന്തെങ്കിലും സമ്മാനം അടിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം മാത്രം അടിച്ചിട്ടുണ്ട്. 1 ലക്ഷം. ഒരു പ്രാവശ്യം 1 ലക്ഷം അടിച്ചിട്ടുണ്ട്, പിന്നെ അടിച്ചിട്ടില്ല. 5000, 2000 പറഞ്ഞിട്ടുള്ള സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അത് അടിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും അടിക്കും. ഇപ്പൊ പ്രൈസ് ഭയങ്കര ടിക്കറ്റ് കൂടുതൽ അടിക്കുന്നതുകൊണ്ട് അടിച്ചിറക്കുന്നതുകൊണ്ട് പ്രൈസ് കുറവ്. അതിനുള്ള പ്രൈസ് കൊടുക്കണില്ല. ടിക്കറ്റ് കൂടുതലും സമ്മാനം വളരെ കുറവ്. അത് കാരണം ആൾക്കാർ എടുക്കാൻ മടിക്കണ്ടല്ലേ? നിങ്ങൾ അങ്ങനെ കമ്മീഷൻ പറഞ്ഞപ്പോ ടിക്കറ്റ് കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ടിക്കറ്റ് കിട്ടാനില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങളൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നാണ്. അപ്പൊ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഒരു ടിക്കറ്റ് തന്നത്. ഇവിടെ നടത്ത ടിക്കറ്റ് ഇതാണ്. ടിക്കറ്റ് ഞാൻ എടുക്കാറില്ല. എന്തായാലും നിങ്ങളെ കണ്ടിട്ട് തന്നെ ടിക്കറ്റ് എടുത്തില്ല എന്ന് വേണ്ട. ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ 5000-ന്റെ മുകളിൽ എന്നെങ്കിലും സമ്മാനം അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടോ? എത്ര തവണ അടിച്ചിട്ടുണ്ട്? അത് കൊറേ ഇന്നലെ പോയ ആഴ്ച കിട്ടി. പോയ ആഴ്ച എത്ര അടിച്ചത്? 5000, 500, പിന്നെ 200, 100. 5000-ന് താഴെ കടിച്ചിട്ടുണ്ട്. 5000-ന് മുകളിൽ കടിച്ചിട്ടുണ്ട്? ഇല്ല, ഇതുവരെ കടിച്ചിട്ടില്ല. ഇല്ല. എത്ര കാലമായി ടിക്കറ്റ് വെക്കാൻ തുടങ്ങിയിട്ട്? 10 കൊല്ലമായി. 10 കൊല്ലമായിട്ട് ടിക്കറ്റ് വെക്കുന്നു. പിന്നെ സീരിയൽ മാറിയിട്ടുണ്ട്. സീരിയൽ മാറി വന്നു. അടിച്ചില്ലെങ്കിൽ അടിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ അടുത്ത് വന്നിട്ട് പോകുമ്പോഴാണ് വളരെ സങ്കടമാകുന്നത്.
നിങ്ങൾക്ക് ടിക്കറ്റ് വിറ്റിട്ട് ജീവിക്കാനുള്ള വകുപ്പ് ഇതിന് കിട്ടുമോ? ഈ കമ്മീഷൻ ഇത് മതിയോ അല്ല കൂടുതലാക്കണോ? പോരാ, വേറെ പണിയൊന്നുമില്ല. ശരി, നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഒരു ടിക്കറ്റ് തന്നോ. ഇതാണ് ആ ടിക്കറ്റ്. അപ്പൊ സമ്മാനം ഉണ്ട് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കും. ഓ ശരി. ഓക്കെ. ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോ നിങ്ങൾക്ക് 5000-ന് മുകളിൽ എന്തെങ്കിലും സമ്മാനം കഴിച്ചിട്ടുണ്ടോ? 5000-ന് മുകളിൽ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ സമ്മാനം 22 കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കഴിച്ചില്ല. 5000-ന് താഴെ 100 കഴിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഇത് വിറ്റിട്ട് നിങ്ങൾ കുടുംബം കഴിയാൻ പറ്റുമോ? നിങ്ങളുടെ ചെലവ് ഒന്നും കിട്ടുള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ്. ശരി, ഇതാ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഒരു ടിക്കറ്റ് തന്നത്. അത് യൂട്യൂബ് ചാനലിൽ നിന്നാണ്. വേണ്ട, ഒരെണ്ണം മതി. ഇനി കുറച്ച് പേരിനെ കൂടി കാണണം. എനിക്ക് കുറേ പേരിനെ പിടിക്കാനുള്ളൂ. അത് കാരണം ഒന്നാമത്തെ ആ ടിക്കറ്റ് എടുക്കാറില്ല. ഇതാണ് ആ നമ്പർ. അപ്പൊ സമ്മാനം കഴിച്ച തീർച്ചയായും ഞാൻ നിങ്ങളെ കണ്ടിരിക്കും. ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? അപ്പോ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും 5000-ന് മുകളിൽ, അടുത്ത കാലത്തിനല്ല, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും 5000-ന് മുകളിൽ ലോട്ടറി അടിച്ചിട്ടുണ്ടോ? 3 വർഷമായി 1 ലക്ഷം രൂപ പ്രൈസ് വേണ്ടിട്ട്. 3 വർഷം. 3 വർഷം മുമ്പ് 1 ലക്ഷം പേടിച്ചു. അതിനുശേഷം ഇല്ല. അതിനുശേഷം ഇല്ല. അതായത് ഞങ്ങളൊരു യൂട്യൂബ് ചാനലിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉള്ളത് പറയാലോ. അതെ, നമ്മൾ നോക്കുന്നത് 5000-ന് മുകളിൽ ആർക്കും സമ്മാനം കിട്ടില്ല എന്ന് ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കൊണ്ട് വെറുതെ ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന. അത് കുഴപ്പമില്ല. നമ്മൾ ദിവസം കാണുന്ന ചേക്കനാണ്. അതെ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയായിട്ട് 5000-ന് താഴെ കിട്ടുന്നുണ്ടോ? 5000-ന് താഴെ കിട്ടുന്നുണ്ട്. 500, 1000, 100 അത് പിന്നെ ഇതായി ഉള്ളതല്ലേ. 5000-ന് മുകളിൽ കമ്മിയാണ്. ഇല്ല, 3 വർഷം മേലെയായി അടിച്ചിട്ട്. ഇതെങ്ങനെ ലാഭം എന്ന് വേണേ 5 രൂപ കിട്ടും. ഓപ്പൺ ആയിട്ട് എല്ലാം വിറ്റ് പോണം. ഈ ടിക്കറ്റ് വിറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? വിറ്റില്ലെങ്കിൽ നമ്മ അടിച്ചോട്ട് നമ്മ വയ്ക്കാൻ നിവൃത്തിയില്ല. ഇത് പൈസ കൊടുത്ത് എടുക്കുകയല്ലേ. പൈസ കയ്യിൽ നിന്ന് പോകും. തീർച്ചയായിട്ടും കടയിൽ കൊടുത്ത് മാറ്റി തരുമൊന്നും അതൊന്നും തരില്ല. വിൽക്കാണ്ട് ദിവസം 1000 കണക്കില് 2000 കണക്കിലാണ് ഞാൻ കളയുന്നത്. ഇത് മാത്രമല്ല, ഇനി ഇവിടെ വേറെ കിടക്കുന്നുണ്ട്. സമയം ഒരുപാട് വൈകുകയും ചെയ്തല്ലോ. അത് വൈകി സമയം 3 മണി വരെ നമുക്ക് നടക്കാം. പോയത് പോകും. ശരി, നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഒന്നും എടുത്തു തന്നത്. 3 മണി വരെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വെക്കാൻ പറ്റില്ല. ആരും വാങ്ങില്ല. യൂട്യൂബ് ചാനലിൽ വന്നാണ്. അത് കാരണം ഇതാണ് ഈ നമ്പർ.